കോണ്ടം പൊട്ടിപ്പോയി. HIV സ്റ്റാറ്റസ് അറിയാത്ത ഒരാളുമായി ലൈംഗിക ബന്ധമുണ്ടായി. സൂചി പങ്കിട്ടു, അല്ലെങ്കിൽ സിസ്റ്റർ യൂസ് ചെയ്ത സൂചിയാണോ ഉപയോഗിച്ചതെന്ന് ഒരു ഡൗട്ട്. ഇത്തരം സാഹചര്യങ്ങൾക്ക് ശേഷം പലരും ചോദിക്കുന്ന ആദ്യ ചോദ്യമാണ്, ഇപ്പോൾ പെപ്പ് കഴിച്ചാൽ HIV വരില്ലല്ലോ? ഉത്തരം അത്ര ലളിതമല്ല. ഈ വീഡിയോയിൽ പെപ്പ് എന്താണ്, എപ്പോൾ തുടങ്ങണം, എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് ആളുകൾക്കുള്ളത് എന്നിങ്ങനെ ഏറ്റവും പുതിയ ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു S2 പോസിറ്റീവ്. പെപ്പ് എന്നാൽ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പെപ്പ് എന്നത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് ആണ്. ശരീരത്തിൽ HIV കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ HIV ശരീരത്തിൽ സ്ഥിരമായി സ്ഥാപിതമാകുന്നതിന് മുമ്പ് വൈറസിൻ്റെ വളർച്ചയെ തടയാൻ ഉപയോഗിക്കുന്ന ആൻറ്റി റെട്രോ വൈറൽ മരുന്നുകളുടെ 28 ദിവസത്തെ ഒരു കോഴ്സിനെയാണ് നമ്മൾ പെപ്പ് എന്ന് പറയുന്നത്. ഇതൊരു അടിയന്തര പ്രതിരോധ മാർഗമാണ്. ഇത് HIV ചികിത്സയല്ല, ഇത് HIV വാക്സിനുമല്ല. അതായത് ഒരു എക്സ്പോഷർ ഉണ്ടായതിനു ശേഷം HIV പിടിപെടാനുള്ള സാധ്യതയാണ് നമ്മൾ പെപ്പ് ഉപയോഗത്തിലൂടെ കുറയ്ക്കുന്നത്. ഇനി പെപ്പ് എത്ര മണിക്കൂറിനുള്ളിൽ തുടങ്ങണം എന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെപ്പ് എത്രയും വേഗം ആരംഭിക്കണം. അമേരിക്കൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം പ്രകാരം ഏറ്റവും നല്ലത് 24 മണിക്കൂറിനുള്ളിൽ തുടങ്ങുന്നതാണ്. 72 മണിക്കൂറിന് ശേഷം പെപ്പ് സാധാരണയായി ആരും ശുപാർശ ചെയ്യാറില്ല. അതിൻ്റെ ഫലപ്രാപ്തി ഗണ്യമായി കുറയുന്നത് കൊണ്ടാണ് 72 മണിക്കൂറാണ് ഇതിൻ്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത്. ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. എക്സ്പോഷർ കഴിഞ്ഞ് കാത്തിരിക്കാതെ ഉടൻ തന്നെ ഒരു ആരോഗ്യ സ്ഥാപനത്തെ സമീപിക്കണം. ഇനി ഏറ്റവും പൊതുവായുള്ള ഒരു ചോദ്യം, പെപ്പ് 100% സുരക്ഷിതമാണോ എന്നുള്ളതാണ്. ഉത്തരം നോ, അല്ല എന്നുള്ളതാണ്. എന്നാൽ പെപ്പ് വളരെയേറെ ഫലപ്രാപ്തിയാണെങ്കിലും 100% നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കില്ല. കാരണം ഇത് എത്രാമത്തെ അവേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എത്രയും വേഗം തുടങ്ങി, എല്ലാ മരുന്നുകളും 28 ദിവസം കഴിച്ചോ, ചികിത്സയ്ക്കിടെ വീണ്ടും എക്സ്പോഷർ ഉണ്ടായോ, എക്സ്പോഷർ യഥാർത്ഥത്തിൽ ഉയർന്ന റിസ്ക് ആയിരുന്നോ, ഇനി ഈ മരുന്ന് കഴിക്കുന്നതിനിടെ നിങ്ങൾ മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തോ, ഇതിനെയെല്ലാം ആശ്രയിച്ചിരിക്കും പെപ്പിൻ്റെ ഫലപ്രാപ്തി. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പ് നൽകാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ കൃത്യസമയത്താണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് 100% ഫലപ്രാപ്തിയുമുണ്ട്. പെപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് സയൻറ്റിഫിക്കലി നോക്കാം. എക്സ്പോഷർ കഴിഞ്ഞ ഉടൻ HIV ശരീരത്തിൽ പ്രവേശിച്ചാലും അത് സ്ഥിര അണുബാധയായി മാറാൻ സമയമെടുക്കും. പെപ്പിലെ മരുന്നുകൾ വൈറസിൻ്റെ പകർപ്പുകൾ തടഞ്ഞ് ശരീരത്തിൽ സ്ഥിരമായി സ്ഥാപിതമാകുന്ന, അതായത് വൈറസ് ശരീരത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് തടയുന്നു. അതുകൊണ്ടാണ് പെപ്പ് വൈകാതെ തുടങ്ങണം, അല്ലെങ്കിൽ സമയം കളയാതെ തന്നെ പെപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. വൈകും തോറും വൈറസിന് കൂടുതൽ സമയം നമ്മുടെ ശരീരത്തിൽ ലഭിക്കുകയാണ് പെരുകാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആരൊക്കെയാണ് പെപ്പ് എടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. പെപ്പ് എല്ലാവർക്കും വേണ്ട മരുന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു സമയത്താണ് ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു HIV റിസ്ക് അനലൈസിങ് സ്പെഷ്യലിസ്റ്റിൻ്റെയോ സേവനം നമുക്ക് വേണ്ടത്. ഒരു ആരോഗ്യ പ്രവർത്തകൻ, അതായത് മുകളിൽ പറഞ്ഞ ഈ 2 ആരോഗ്യ പ്രവർത്തകരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കേസ് ഡീറ്റെയിൽ ആയി പഠിച്ച ശേഷമാണ് നിങ്ങൾക്ക് പെപ്പ് വേണമോ ഇല്ലയോ എന്നുള്ളത് അവരാണ് ഡിസിഷൻ എടുക്കേണ്ടത്. എക്സ്പോഷർ എങ്ങനായിരുന്നു, ഏത് ശരീരദ്രവവുമായാണ് നിങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടത്, എക്സ്പോഷർ നടന്ന ഭാഗം ഏതാണ്, അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് HIV ഉണ്ടോ അല്ലെങ്കിൽ അത് അറിയാതെയാണോ ബന്ധപ്പെട്ടത്, എക്സ്പോഷർ കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞു, ഇങ്ങനെ അനവധി ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ഈ വിവരങ്ങൾ വെച്ചിട്ടാണ് പെപ്പ് ആവശ്യമാണോ എന്ന് ഒരു ഹെൽത്ത് എക്സ്പേർട്ട് തീരുമാനിക്കുന്നത്. അതിനുശേഷം മാത്രമേ പെപ്പ് എടുക്കാവുള്ളൂ. നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി, അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ വെച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അവരുടെ വാക്കുകളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരെ കൊണ്ട് ദയവ് ചെയ്തിട്ട് പെപ്പ് എഴുതിക്കാതിരിക്കുക. അത് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുന്നു.
മറ്റൊരു കോമൺ ഡൗട്ടാണ് പെപ്പ് കഴിക്കുമ്പോൾ HIV ടെസ്റ്റ് വേണമോ എന്നുള്ളത്. പെപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് സാധ്യമെങ്കിൽ ഒരു അടിസ്ഥാന ബേസിക് HIV ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. പെപ്പ് പൂർത്തിയാക്കിയ ശേഷം എക്സ്പേർട്സുകൾ നിർദ്ദേശിക്കുന്ന സമയത്ത് ഒരു HIV പരിശോധന ആവശ്യമാണ്. 2025 CDCയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച്, അതായത് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് പെപ്പ് ആരംഭിച്ച കഴിഞ്ഞ ശേഷം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം ഒരു 4th ജനറേഷൻ ആൻറ്റിബോഡി ടെസ്റ്റ് എടുക്കുന്നത് നല്ലതാണെന്ന് 2025 CDCയുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇനി പെപ്പിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പാർശ്വഫലങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പെപ്പെന്ന് പറഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ സാധാരണയായിട്ട് TLD എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുത്ത് കാണുന്നത്. ഇത് ആക്ച്വൽ പെപ്പല്ല, ഇതൊരു HIV ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന 3 മെഡിസിനുകളുടെ കോമ്പിനേഷനായിട്ടുള്ള TLD എന്ന് പറയുന്ന മെഡിസിനാണ്. ഇതിന് നോർമൽ പെപ്പിൻ്റെ സൈഡ് എഫക്ട്സിനേക്കാൾ കൂടുതൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. അത് ഞാൻ വഴിയെ പറയാം. സാധാരണ പെപ്പുകളുടെ സൈഡ് എഫക്ട്സ് ഓക്കാനം ചിലർക്ക് വരാം, നല്ല ക്ഷീണം വരാം, അടുത്തൊരു 2 ദിവസത്തേക്ക് തലവേദന വരാം, വയറിന് അസ്വസ്ഥത വരാം. ഇവയൊക്കെയാണ് സാധാരണ പെപ്പ് എടുക്കുമ്പോഴത്തേക്കും, 2 കോമ്പിനേഷൻ്റെ പെപ്പ് എടുക്കുമ്പോഴത്തേക്കുമുള്ള ഒരു സാധാരണ ഒരു പാർശ്വഫലം എന്ന് പറയുന്നത്. ഇതെല്ലാവരിലും വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ TLD പോലുള്ള സംഭവങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തല ചുറ്റുന്നത് പോലെ വരാൻ സാധ്യതയുണ്ട്, വയറിളക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അൺവാണ്ടഡ് ഫാറ്റ് ഡിപ്പോസിറ്റ് ഒരു 2 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൊളസ്ട്രോൾ ചിലപ്പോൾ ഷൂട്ടപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, മുടിയൊക്കെ വേഗം നരയ്ക്കുന്ന പോലെ തോന്നാൻ സാധ്യതയുണ്ട്, മുടിയൊക്കെ വേഗം നരയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ TLD പോലുള്ള പെപ്പായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സൈഡ് എഫക്ട്സ്. ഇത് എല്ലാവർക്കും വരണമെന്നില്ല, 100 പേരിൽ ഒരു 1-2 പേരിലൊക്കെ ഉള്ളൂ ഈ ഒരു സൈഡ് എഫക്ട്സ് കാണിക്കുകയുള്ളൂ. ഇനി പെപ്പിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പെപ്പ് 100% സുരക്ഷിതമാണോ? അല്ല എന്നുള്ളതാണ്. 72 മണിക്കൂറിന് ശേഷം പെപ്പ് ഫലപ്രദമാണെന്ന് പല ഡോക്ടേഴ്സും പറയാറുണ്ട് എന്ന് ചില പേഷ്യൻസ് ഞങ്ങളോട് പറയുന്നുണ്ട്. അത് 100% തെറ്റാണ്. പെപ്പ് എത്രയും വേഗം എടുക്കുന്നു അത്രയും ഫലപ്രാപ്തിയാണ്. ഒരു ദിവസം മരുന്ന് വിട്ടുപോയാലും പ്രശ്നമില്ല എന്നുള്ളത് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റാണ്. അതായത് 28 ദിവസം കൃത്യസമയത്ത് തന്നെ മെഡിസിൻ എടുക്കണം, എന്നാലേ ഉള്ളൂ പൂർണ്ണമായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. പെപ്പും പ്രെപ്പും രണ്ടും ഒരേ കാര്യമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പെപ്പ് PEP ആണ്, പ്രെപ്പ് എന്ന് പറയുന്നത് PREP. ഇത് തെറ്റാണ്. പെപ്പ് എന്നത് എക്സ്പോഷർ കഴിഞ്ഞ് കഴിക്കുന്നതാണ്. PREP എക്സ്പോഷർ ഉണ്ടാകുന്നതിന് മുമ്പ് കഴിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ്. പെപ്പ് കഴിച്ചാൽ ഇനി HIV ടെസ്റ്റ് വേണ്ട എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അത് നിങ്ങളുടെ റിസ്കിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ചിലവർക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ പെപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ടെസ്റ്റ് എടുക്കാൻ പറയാറില്ല, അല്ലാത്തവരോട് ഫോളോ അപ്പ് പരിശോധന നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. പെപ്പ് ശക്തമായ ഒരു പ്രതിരോധ മാർഗമാണ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ അതിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും. ശരിയായ റിസ്കിൻ്റെ വിലയിരുത്തൽ, എത്രയും വേഗം കഴിയുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കുക, 72 മണിക്കൂറിനുള്ളിൽ തന്നെ ചികിത്സ തേടാൻ ശ്രമിക്കുക, അതേ പറയുന്നുള്ളൂ. പറ്റിയാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഹൈ റിസ്ക് ആണെങ്കിൽ പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം ഇല്ലല്ലോ, കഴിക്കണോ വേണ്ടയോ. പിന്നെ 28 ദിവസത്തെ മരുന്ന് കൃത്യമായി പൂർണ്ണമായി കഴിക്കുക. നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ അമ്മാതിരി പാലിച്ച്, അതേ ഡയറ്റ് പാലിച്ച് കഴിക്കുക. ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയാണ് പെപ്പിൻ്റെ ഒരു സക്സസ് നമ്മൾ നിശ്ചയിക്കുക. നമ്മളല്ല, പെപ്പിൻ്റെ സക്സസ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് ഞങ്ങളോട് സംശയങ്ങൾ രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു ഓർമ്മപ്പെടുത്തൽ, നിങ്ങൾക്ക് ബൈബർ പോസിറ്റീവായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മെഡിക്കൽ ടീമായിട്ടോ ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടിംഗ് ടീമുമായിട്ടോ
ബന്ധപ്പെടേണ്ടതാണ്. അവർ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഹെൽപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.